ഖുർആൻ പഠന പരമ്പരയിൽ നമ്മൾ സൂറത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന 14-ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിലെ 8 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ചയ്ക്കെടുത്തത്. 9-ാമത്തെ വാക്യം വീണ്ടും പഴങ്കഥകൾ തന്നെ തുടരുകയാണ്. 9, നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചവരുടെ നൂഹ് നബിയുടെ ജനത, ആദ്, സമൂദ് എന്നീ സമുദായങ്ങൾ, അവർക്കു ശേഷം ജീവിച്ചവർ, അവരെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ അറിവില്ല തന്നെ. ചരിത്രം നിങ്ങൾക്കറിയില്ലേ? തങ്ങളുടെ ദൂതന്മാർ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അന്നേരം അവർ വായിൽ കൈവയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഏതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ ഞങ്ങൾ നിഷേധിക്കുകയും ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അത് ഞങ്ങൾ ഏറെ സംശയിക്കുകയും ചെയ്യുന്നു എന്നവർ പറയുകയും ചെയ്തു. ഇവിടെ നൂഹിൻ്റെ കഥ, ആദ് സമൂദ് കഥ തുടങ്ങിയിട്ടുള്ള പൂർവികരുടെ കെട്ടുകഥകളും നാട്ടിൽ പ്രചരിച്ചിരുന്ന കെട്ടുകഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും മക്കയിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് മുഹമ്മദ്. അവരെ കുത്തിപ്പറയുകയാണ്, അല്ലെങ്കിൽ അവരെ ചൊറിയുകയാണ്. അതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം നോക്കൂ. ഈ നൂഹിൻ്റെ കഥയും ആദ് സമൂദ് കഥ എന്നീ സമുദായങ്ങൾ, അവർക്ക് ശേഷം ജീവിച്ചവർ, അവരെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ അറിവില്ല തന്നെ. ഇവരുടെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ഇവരുടെ ചരിത്രം അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വാചകം തുടങ്ങുന്നത്. ആ വാചകത്തിൻ്റെ നടുവിൽ തിരികെ ചേർത്തിരിക്കുന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. മുഹമ്മദ് തന്നെ ഇതിനു മുമ്പ് പലതവണ ഈ കഥകൾ അറബികളോട് പറഞ്ഞിട്ടുണ്ട്. അറബികളോട് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, നിങ്ങൾ പോകുന്ന വഴിയിൽ അതിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ അറിയാവുന്ന ആൾക്കാരോട് തന്നെയാണ് മുഹമ്മദ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മുഹമ്മദ് പറയുന്നതിന് മുമ്പ് ഈ കഥ അവിടെയുള്ള ആളുകൾക്ക് അറിയാം. അവരറിയുന്ന ഒരു കഥ തന്നെയാണ് മുഹമ്മദ് അവരോട് നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. അതേ കഥ നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് ഇവിടെയും ചോദിക്കുന്നത്. അറിയില്ലേ എന്ന് ചോദിക്കുന്ന വാചകത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് തിരികെ വെച്ചിരിക്കുന്നത് കഥയൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. വൈരുദ്ധ്യമല്ലേ ഇത്? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ തന്നെ. ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കേണ്ട കാര്യം എന്താ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എങ്കിൽ അവർക്ക് എങ്ങനെ അറിയാം? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളെങ്കിൽ മുഹമ്മദ് എങ്ങനെ അവരോട് ഇപ്പം ഇതിന് മുമ്പ് പറഞ്ഞത്? അപ്പോൾ അവരോട് നേരത്തെ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പ് അവർക്ക് അറിയാവുന്ന കഥ എന്നതിലേക്കാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അള്ളാഹ്ക്ക് മാത്രമേ ഈ കഥ അറിയുള്ളൂ എന്നിവിടെ പറഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവുക? തങ്ങളുടെ ദൂതന്മാർ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അങ്ങനെ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് ചെന്നു എന്ന് കഥ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദിനോടും ദൃഷ്ടാന്തങ്ങളും കൊണ്ട് വാ എന്ന് പറഞ്ഞത്. അപ്പോൾ ദൃഷ്ടാന്തങ്ങളൊന്നും കാണിക്കാൻ മുഹമ്മദിന് പറ്റൂല. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, പണ്ടുള്ളവരോടും ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ട് പോലും വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു തരാഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പണ്ടാരോ ചെയ്ത തെറ്റിന് ഇവരെ ശിക്ഷിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതെങ്ങനെ ഒരു ദൈവം ചെയ്യാൻ പാടുണ്ടോ? ഇത് ചെന്നായ നീതിയല്ലേ ഇവിടെ പറയുന്നത്? പണ്ട് എൻ്റെ അപ്പൻ കുളം കലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെന്നായ ആടിനെ വന്നിട്ട് ഉപദ്രവിക്കുന്നത് പോലെയല്ലേ ഇത്? പണ്ടാരോ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതിന് ഇവരെ ശിക്ഷിക്കുന്നതിന്, ഇവർക്ക് ദൃഷ്ടാന്തം കൊടുക്കാതിരിക്കുന്നതിന് പണ്ടുള്ളവർക്ക് ദൃഷ്ടാന്തം കൊടുത്തത് അവർ സ്വീകരിച്ചില്ല എന്നത് എങ്ങനെയാണ് ന്യായമാകുക? അതൊരു പടച്ചോൻ പറയാൻ പാടുള്ള ന്യായമാണോ? ഇപ്പം നിങ്ങളെ വല്യാപ്പൻ്റെ കാലത്ത് നിങ്ങളെ തറവാട്ടുകാരെന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനിപ്പോൾ നിങ്ങളെ ശിക്ഷിക്കാൻ വന്നാൽ അതെന്തൊരു ന്യായമാണ്? ഇവിടെ അതാ പറയുന്നത്, ദൃഷ്ടാന്തം കൊണ്ട് വന്നിട്ടും അവരാരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അതെന്തിനാ പറയുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾക്കും ദൃഷ്ടാന്തം തരാത്തത് എന്ന് പറയാനാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ റസൂൽ തന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ. റസൂൽ വന്നിട്ട് ഒരാരും വിശ്വസിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാൽ പോരെ. അള്ളാഹ്ക്ക് പിന്നെ എന്തിനാ റസൂലിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്ന് മാത്രമല്ല, അള്ളാഹ് തന്നെയാണ് ഇവരെങ്ങനെ വിശ്വസിക്കേണ്ട എന്നുള്ളത്, ഇവരെ ദൃഷ്ടാന്തം കാണിച്ചാലും ഇവർ വിശ്വസിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്നും ഇതേ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ആകെ മൊത്തം വൈരുദ്ധ്യങ്ങളുടെ ഒരു ചവറ്റുകൂനയാണ് ഖുർആൻ എന്ന് പറയുന്നത്. 10, ദൂതന്മാർ ചോദിച്ചു, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ പറ്റിയുണ്ടോ വല്ല സംശയവും? അവൻ ക്ഷണിക്കുന്നത് നിങ്ങളുടെ തെറ്റുകൾ മാപ്പു ചെയ്തു തരുവാനും ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്ക് സമയം നീട്ടിത്തരുവാനുമാകുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നിങ്ങൾ കാണിച്ചു തരിക. ഇതിലും ന്യായമായ ഒരാവശ്യം ഒരു മനുഷ്യന് മുമ്പ് മുന്നോട്ട് വെക്കാനുണ്ടോ? ആരായാലും ഇത് ചോദിക്കില്ലേ? ഒരാൾ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ്, ഞാൻ ദൈവം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ
നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് ഈ അവകാശവാദവുമായിട്ട് വരുന്നതെങ്കിൽ അതിന് തക്കതായ തെളിവ് കൊണ്ടാ, ദൃഷ്ടാന്തം കൊണ്ടാ എന്ന് പറയുക എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ള കാര്യമല്ലേ. ആ കാര്യം ചോദിച്ചു എന്നതിനപ്പുറത്ത് ഇവരെന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യർക്കിടയിൽ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകാർ വരുന്നുണ്ട്. വ്യാജ അവതാരങ്ങൾ, വ്യാജ പ്രവാചകന്മാർ, വ്യാജ ദൈവങ്ങളായിട്ട് വേഷം കെട്ടി വരുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ അതേ വേഷം കെട്ടിക്കൊണ്ട് ഒരാൾ വന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറയുമ്പോൾ ആ വ്യാജന്മാർ കാണിച്ചതിനേക്കാളും മുന്തിയ തെളിവും ദൃഷ്ടാന്തവും കാണിക്കാതെ അയാളെ വിശ്വസിക്കണമെന്ന് നമ്മളെ നിർബന്ധിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യാജന്മാരെയും വിശ്വസിച്ചൂടെ? കാരണം ആ വ്യാജന്മാരും നമുക്ക് ആവശ്യമായ തെളിവൊന്നും തരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് വ്യാജന്മാരെയും നമ്മൾ തള്ളിക്കളയുന്നത്. ഈ വ്യാജന്മാർ വന്നതുപോലെ തന്നെ വന്നിട്ട് ആ വ്യാജന്മാർ കാണിക്കുന്ന അത്ര പോലും തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കാണിക്കാതെ ഞാൻ ഒറിജിനലാണ്, മറ്റവരൊക്കെ വ്യാജന്മാരാണ് എന്നൊരാൾ അവകാശപ്പെട്ടാൽ അതെങ്ങനെയാണ് ചിന്തിക്കുന്ന മനുഷ്യർക്ക് സ്വീകാര്യമാവുക? അവർ തെളിവ് ചോദിക്കുക എന്നുള്ളത് വളരെ ന്യായമല്ലേ? ഇവിടെ തെളിവ് ചോദിച്ചു എന്നുള്ള എത്ര ന്യായമായ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് ഈ വാചകം തന്നെ നിങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ചു നോക്കൂ. ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ പറ്റി വല്ല സംശയവുമുണ്ടോ? അവൻ ക്ഷണിക്കുന്നത് നിങ്ങളുടെ തെറ്റുകൾ മാപ്പു ചെയ്തു തരുവാനും ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്ക് സമയം നീട്ടിത്തരുവാനുമാകുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊന്നും ഇപ്പോൾ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന അറബികൾക്കോ മക്കാർക്കോ ഒന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അതായിരുന്നില്ല അവരുടെ സംശയം. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. അത് തന്നെയാണ് സത്യം. ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുവരെ അവിടെ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്മാരോട് ആ ആരാധനയൊന്നും ശരിയല്ല, ആ ദൈവങ്ങളൊന്നും ശരിയല്ല എന്ന് പറയാനാണ് മുഹമ്മദ് വന്നിട്ടുള്ളത്. മുഹമ്മദ് പറയുന്നത് കെട്ടുകഥയിലുള്ള റസൂലുകളും അങ്ങനെ തന്നെയാണ് വന്നത് എന്നാണ് മുഹമ്മദ് ഇവിടെ ഖുർആനിലൂടെ അവരെ പഠിപ്പിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? അതിലെന്താണ് അന്യായം? അത് വളരെ ന്യായവും യുക്തിസഹവുമായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ട് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നിങ്ങൾ കാണിച്ചു തരിക. ഇതാണ് പൂർവീകരായ റസൂലുമാരോട് അന്നത്തെ ആളുകൾ ആവശ്യപ്പെട്ടത് എന്ന് മുഹമ്മദ് പറയുന്നു. മുഹമ്മദ് ഇത് പറയാൻ കാരണം എന്താണ്? മക്കക്കാർ മുഹമ്മദിനോട് ഇതാണ് ആവശ്യപ്പെട്ടത്. പണ്ടുള്ളവർ വന്നു, റസൂലുകളായിട്ട് വന്നു, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ ആരാധനാ രീതികളും നിങ്ങളുടെ ദൈവങ്ങളെയും കൈവെടിയണം, പകരം ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യണം, ഞാൻ പറയുന്നതാണ് ഒറിജിനൽ ദൈവം, ആ ദൈവത്തിന് ഞാൻ പറയുന്ന രീതിയിലാണ് ആരാധിക്കേണ്ടത് എന്ന് മുഹമ്മദ് അവരോട് പറയുമ്പോൾ, നീ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, ഞങ്ങളെ ആരാധന തടയാൻ വേണ്ടിയിട്ടാണ് നീ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ന്യായമായ ദൃഷ്ടാന്തം നീ പറയുന്നത് സത്യമാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കൂ എന്ന് മക്കക്കാർ ആവശ്യപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത്, ഈ മക്കക്കാർ ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ്? എന്താണ് അന്യായം? മുഹമ്മദ് അവർക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തോ? കാണിച്ചു കൊടുക്കാതെ ഈ പഴങ്കഥ പറഞ്ഞുകൊണ്ട് പണ്ടുള്ളവരും ഇങ്ങനെയായിരുന്നു എന്നൊരു ന്യായം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവിടെ ഒഴിഞ്ഞു മാറിയാൽ അതെങ്ങനെയാണ് യുക്തിപരമായിട്ട് ശരിയാവുക? പണ്ടുള്ളവർ അങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മക്കക്കാരെ ദൃഷ്ടാന്തം കാണിക്കാതെ തെളിവ് കാണിക്കാതെ ചതിക്കുകയാണോ മുഹമ്മദും അള്ളാഹുവും കൂടെ ചെയ്യേണ്ടത്? അവർ കാണിച്ചതിനേക്കാൾ വിശ്വാസയോഗ്യമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്നതിന് തെളിവ് നൽകുകയല്ലേ, അത് ബോധ്യപ്പെടുത്തുകയല്ലേ മുഹമ്മദ് ചെയ്യേണ്ടത്? അത് ബോധ്യപ്പെടുത്താൻ മുഹമ്മദിനെ സഹായിക്കുകയല്ലേ ഒരു ദൈവം ചെയ്യേണ്ടത്? അതിന് മുഹമ്മദിന് സാധ്യമായില്ല എന്നിടത്ത് മുഹമ്മദ് കിടന്ന് ബബ്ബയടിച്ചാൽ അതിൻ്റെ അർത്ഥം മുഹമ്മദിൻ്റെ പിന്നിൽ ഒരു ദൈവവും ഉണ്ടായിരുന്നില്ല, മുഹമ്മദ് ബടായി പറഞ്ഞു വന്നതാണ്, മുഹമ്മദ് കള്ളനാണ് എന്ന് തന്നെയാണ് ഈ വാക്യത്തിലൂടെയും നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത്. മുഹമ്മദിന് ഒരു ദൃഷ്ടാന്തവും കാണിക്കാൻ കഴിഞ്ഞില്ല. ദൃഷ്ടാന്തം ചോദിച്ചവരോട് മുഹമ്മദ് ഒട്ടും യുക്തിക്കും നീതിക്കും നിരക്കാത്ത ഒരു ന്യായം പറയുന്നു, ഒരു ചെന്നായ നീതിയുടെ ന്യായം അവതരിപ്പിക്കുന്നു. പണ്ടുള്ളവരും ദൃഷ്ടാന്തം കാണിച്ചിട്ട് വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കും ദൃഷ്ടാന്തം കാണിച്ചു തരൂല എന്ന് പറഞ്ഞു. ആരുടെ അടുത്താണ് പറയുന്നത്? 900 ദൂതന്മാരും പ്രവാചകന്മാരും വെളിച്ചപ്പാടുകളും നാടാകെ നടന്നിട്ട് പല ദൈവങ്ങളുടെയും വെളിപാടുകൾ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു നാട്ടിൽ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വന്നിട്ടാണ് അതേ ടെക്നോളജിയിൽ വെളിപാടിറക്കലും കൊണ്ട് വന്നിട്ട് മുഹമ്മദ് ഈ പൊട്ടത്തരങ്ങൾ പറയുന്നത്. മുഹമ്മദിനെ വിശ്വസിച്ചില്ല എങ്കിൽ നമുക്ക് ആ മക്കക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവരെ യുക്തിചിന്തയുടെ പേരിലും വിജ്ഞാനത്തിൻ്റെ പേരിലും ബൗദ്ധിക നിലവാരത്തിൻ്റെ പേരിലും നോബൽ സമ്മാനം കൊടുക്കുകയല്ലേ വേണ്ടത്? 11
ദൂതന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്, പക്ഷേ അള്ളാഹു തൻ്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം കാണിക്കുക എന്നത് ഞങ്ങൾക്ക് സാധ്യമല്ല. അതിനാൽ സത്യവിശ്വാസികൾ അള്ളാഹുവെ മാത്രം അവലംബമാക്കിക്കൊള്ളട്ടെ. ഇത് മുഹമ്മദ് പറഞ്ഞ മുട്ടുന്യായമാണെങ്കിൽ ശരിയാ. പക്ഷേ അള്ളാഹു എന്തിനങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? അള്ളാഹു ഇങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അള്ളാഹുവാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള മുട്ടുന്യായങ്ങൾ പറഞ്ഞു കൊഴിഞ്ഞു മാറിക്കളാ എന്ന് മുഹമ്മദിനോട് അള്ളാഹുവിന് പറയേണ്ട കാര്യം എന്താണ്? അള്ളാഹു ഇവിടെ വീണ്ടും പരിഹാസ്യനാവുകയല്ലേ ചെയ്യുന്നത്. ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, അള്ളാഹു എനിക്ക് ദൃഷ്ടാന്തം കാണിച്ചാൽ മാത്രമേ എനിക്ക് ദൃഷ്ടാന്തം കാണിക്കാൻ കഴിയുള്ളൂ എന്ന് ഇജ്ജങ്ങോട്ട് പറഞ്ഞാളാ എന്ന് അള്ളാഹു എന്തിനാണ് പറയുന്നത്? അപ്പോൾ അള്ളാഹു അത് പറയാനല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. അള്ളാഹു ദൃഷ്ടാന്തം കാണിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അവരുടെ മുമ്പിൽ തെളിയിക്കല്ലേ വേണ്ടത്, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കല്ലേ വേണ്ടത്. അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാതെ അള്ളാഹു അവിടെ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഞഞ്ഞാപിഞ്ഞ ന്യായം ഇജാണ്ട് പറഞ്ഞാളാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അള്ളാഹുവിൻ്റെ വചനമാവുക? ഇത് മുഹമ്മദ് പറഞ്ഞ ഒഴിവ് കഴിവാണ് എന്ന് ഏത് പൊട്ടനും മനസ്സിലാവില്ലേ. 12 രക്ഷാമാർഗത്തിൽ അള്ളാഹു ഞങ്ങളെ ചേർത്തി തന്നിരിക്കെ എങ്ങനെയാണ് അവനെ അവലംബമാക്കാതിരിക്കുക? നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങൾ ഞങ്ങൾ സഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവെ തന്നെ ഭരമേൽപ്പിക്കട്ടെ. ഇതൊക്കെ അള്ളാഹു പറയുമ്പോഴാണ് മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ കൊഞ്ഞനം കുത്തലാവുന്നത്. ഇതൊക്കെ മുഹമ്മദ് പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല, മുഹമ്മദിന് അങ്ങനെ പറയേ നിവൃത്തിയുള്ളൂ എന്ന് വിചാരിക്കാം. ഇതൊക്കെ അള്ളാഹു നേരിട്ട് പറഞ്ഞതാണെങ്കിൽ പിന്നെ അള്ളാഹു എന്തിനാണ് അവിടെ ദൈവം എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുന്നത്? മനുഷ്യർ ദൈവത്തിൻ്റെ പേരിൽ അക്രമങ്ങൾ നടത്തുന്നത് എന്തിനാണ്? ദൈവത്തിന് നേരിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്താൽ പോരെ? മനുഷ്യരെ ഇങ്ങനെ പരസ്പരം അക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി ദൃഷ്ടാന്തം കാണിക്കാതെ, ദൃഷ്ടാന്തം കാണിച്ചാൽ തന്നെ അവർ നേരെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ വഴിപഴപ്പിച്ച് അല്ലെങ്കിൽ എതിർ ദൃഷ്ടാന്തങ്ങളുമായിട്ട് അവിടെ പിശാചിനെ പറഞ്ഞയച്ചിട്ട് ഒക്കെ ഈ നാടകം കളിച്ചിട്ട് ഈ മനുഷ്യരെ തമ്മിൽ അക്രമങ്ങളും മർദ്ദനങ്ങളും വഴി പരസ്പരം തല്ലിക്കുന്നത് എന്തിനാണ്? ഒരു ദൈവം, ഒരു നീതിമാനായ സ്രഷ്ടാവ് തൻ്റെ സൃഷ്ടികളോട് ചെയ്യേണ്ട കാര്യമാണോ ഇത്? ഒരു ബാപ്പ മക്കളോട് ചെയ്യുമോ ഇങ്ങനെ? മക്കളെ സ്നേഹിക്കുന്ന ഒരു ബാപ്പ ചെയ്യുമോ ഇങ്ങനെ? അതും എന്തിനു വേണ്ടിയിട്ട്? ഞാനാണ് നിങ്ങളെ വാപ്പ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 900 വ്യാജ വാപ്പമാരെ അവതരിപ്പിച്ച് യഥാർത്ഥ വാപ്പ ഒളിച്ചിരുന്നിട്ട് ഏജൻറ്റുമാരെ പറഞ്ഞയച്ചിട്ട് ഓനല്ല വാപ്പ മറ്റോനല്ല വാപ്പ എന്ന് പറഞ്ഞിട്ട് ഈ മക്കളെ തമ്മിൽ വാപ്പയുടെ പേരിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചുത്തിരിക്കുന്ന ഒരു വാപ്പ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതല്ലേ ഇവിടെ ഈ പടച്ചോനും ചെയ്യുന്നത്? എന്തിനാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു നാടകം ഒരു ദൈവം ചെയ്യുന്നത്? എന്താണ് ദൈവത്തിന് അതുകൊണ്ടൊരു ലാഭം? കാലാകാലം ഈ മനുഷ്യർ തമ്മിൽ തല്ലുന്നത് കണ്ടുകൊണ്ടിരിക്കാം, എന്നിട്ട് പിന്നെ അതിൻ്റെ പേരിൽ മനുഷ്യരെ നരകത്തിലിട്ടിട്ട് പൊരിച്ച് അതും കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറയുന്ന ഒരു ദൈവം എന്തൊരു സാഡിസ്റ്റാണ്, എന്തൊരു മനോരോഗിയാണ്. എന്നിട്ട് സ്വയം ഞാൻ നീതിമാനാണ്, കാരുണ്യവാനാണ് എന്ന് പറഞ്ഞ് നമ്മളെ കൂടുതൽ കബളിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതൊക്കെ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുക? അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താണ്? ഒരു തലയും വാലുമില്ല, ചിന്താപരമായി വെറും വട്ടപൂജ്യമായിരുന്ന ഒരു മനസ്സിൻ്റെ ഉടമ സമനില തെറ്റി എന്തൊക്കെയോ പിറുപിറുത്തു എന്നതിനപ്പുറത്ത് ഇതിൽ യാതൊരർത്ഥവുമില്ല, യാതൊരു യുക്തിയുമില്ല, യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമായി തെളിയിക്കുന്നത്. 13 സത്യനിഷേധികൾ അവരുടെ ദൂതന്മാരോട് പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരണം, രണ്ടിലൊന്നുകൂടിയേ കഴിയൂ. അപ്പോൾ ആ ദൂതന്മാരുടെ രക്ഷിതാവ് അവർക്ക് സന്ദേശം നൽകി, നിശ്ചയമായും ഈ അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവർ നശിച്ച ശേഷം ഈ ഭൂമിയിൽ നിങ്ങളെ നാം നിവസിപ്പിക്കും. എൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുകയും എൻ്റെ താക്കീതിനെ പേടിക്കുകയും ചെയ്യുന്നവർക്കാണിത്. പ്രവാചകർ വിജയത്തിന് പ്രാർത്ഥിച്ചു. അഹങ്കാരികളും സത്യത്തെ എതിർക്കുന്നവരുമായ എല്ലാവരും പരാജയമടഞ്ഞു. ഈ പറഞ്ഞതൊന്നും മക്കയിൽ നമ്മൾ കണ്ടിട്ടില്ല. അവിടെ പരാജയമടഞ്ഞത് അള്ളാഹു എന്തെങ്കിലും ശിക്ഷ ഇറക്കിയത് കൊണ്ടല്ല, അവിടെ മുഹമ്മദ് ചതിച്ചത് കൊണ്ടാണ് അവസാനം അവർക്ക് മുഹമ്മദിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നത്. മുഹമ്മദ് ഇവരാവശ്യപ്പെട്ട യാതൊരു തെളിവും യാതൊരു ദൃഷ്ടാന്തവും അവിടെ കാണിച്ചിട്ടില്ല. ചതി പ്രയോഗിച്ചുകൊണ്ട്, കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് മുഹമ്മദ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് പിന്നീട് കണ്ടത്.
അതിൻ്റെ ക്രെഡിറ്റ് അള്ളാഹുവിൻ്റെ കറാമത്തായിട്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടും അവതരിപ്പിക്കുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളും ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാരും ചെയ്തിട്ടുള്ളത്. ഈ ഉളുപ്പില്ലായ്മ എങ്ങനെയാണ് നമ്മൾ ഇന്ന് നീതിബോധമുള്ള യുക്തിബോധമുള്ള മനുഷ്യർ അംഗീകരിക്കുക? അങ്ങനെ മനുഷ്യരെ തമ്മിലടുപ്പിച്ചിട്ടും യുദ്ധം ചെയ്യിച്ചിട്ടും പരസ്പരം കീഴടക്കിയിട്ടും ഒരു മതമുണ്ടാക്കേണ്ട ആവശ്യം സർവശക്തനായ ദൈവത്തിനുണ്ടോ? ഉണ്ടായിരുന്ന മതങ്ങളെ നശിപ്പിച്ച് വേറൊരു മതം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറേ മതങ്ങളുണ്ടാക്കി മതങ്ങളുടെ പേരിൽ കാലാകാലം മനുഷ്യരെ തമ്മിൽ തല്ലിക്കുക എന്നതാണോ ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ ആ ദൈവം യഥാർത്ഥത്തിൽ ആരാണ്? ദൈവമാണോ പിശാചാണോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. 16-17 അവൻ്റെ മുമ്പിൽ നരകമുണ്ട്, രക്തവും ചലവും ചേർന്ന ദുർനീരിൽ നിന്ന് അവന് കുടിപ്പിക്കപ്പെടും. അവനത് വളരെ വിഷമിച്ചുകൊണ്ട് കുടിക്കാൻ ശ്രമിച്ചു നോക്കും, പക്ഷേ കീഴ്പോട്ടിറക്കാൻ അവന് കഴിയില്ല. നാനാഭാഗങ്ങളിൽ നിന്നും മരണം അവനെ സമീപിക്കും, പക്ഷേ അവൻ മരിക്കയില്ല. അതിനപ്പുറം കഠിനമായ ശിക്ഷ വേറെയുമുണ്ട്. അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചിട്ട് ദൃഷ്ടാന്തങ്ങൾ കാണിക്കാതെ ഇതുപോലെയുള്ള ബഡായി ബബ്ബയും പറഞ്ഞിട്ട് അവരെ കൺഫ്യൂഷനിലാക്കി അവരിതൊന്നും വിശ്വസിക്കാതിരുന്നതിൻ്റെ പേരിൽ അവരെ പിന്നീട് ചെയ്യാൻ പോകുന്ന കഠിനമായ ശിക്ഷ പറഞ്ഞിട്ട് ഇവിടെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ കഠിനമായിട്ട് കാലാകാലം നരകത്തിലിട്ടിട്ട് ഈ ചലവും ചോരയും കുടിപ്പിച്ചിട്ടും നിരന്തരമായിട്ട് ചിത്രവധം ചെയ്ത് പീഡിപ്പിച്ചിട്ടും അറ്റമില്ലാത്ത കാലം അവരെ ഇങ്ങനെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നിട്ടും അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു ദൈവത്തിന് എന്തുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് വളരെ അനായാസമായിട്ട് അവരെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്യാതെ, ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തവും അവർക്ക് കാണിച്ചു കൊടുക്കാതെ ചെന്നായ നീതി പറഞ്ഞുകൊണ്ട് പണ്ടുള്ളവരും ദൃഷ്ടാന്തം കാണിച്ചിട്ട് വിശ്വസിച്ചിട്ടില്ല എന്നതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാരണം പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിച്ച് ആ വഴിതെറ്റിക്കാൻ വേണ്ടി പ്രമാണിമാരെയും പിശാചുക്കളെയും അയച്ച് അതിൽ വിജയിച്ച് ഈ മനുഷ്യരെ മുഴുവൻ നരകത്തിലിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയും കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവരെ ഈ ചോരയും ജലയും കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വികൃതമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ കഥ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് എന്നല്ലേ ഇതിൽ നിന്ന് ബോധ്യമാകുന്നത്. ഒരു നീതിമാനും സർവജ്ഞാനിയും സർവശക്തനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്രഷ്ടാവ് തൻ്റെ സ്വന്തം സൃഷ്ടികളോട് ഇങ്ങനെ ഒരു ക്രൂര നാടകം, അതും നിത്യനരകം പോലുള്ള ഒരു ഭീകരമായ ക്രൂരത കാണിക്കുന്ന ഒരു നാടകം കളിച്ചു എന്നൊക്കെ പറയുക. എന്നിട്ട് ആ ദൈവത്തിനെ നമ്മൾ കാരുണ്യവാനാണ്, മറ്റവനാണ്, മറിച്ചവനാണെന്ന് പറഞ്ഞ് പുകഴ്ത്തി ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്. ഇനി അങ്ങനെ ആ ദൈവത്തിനെ ആരാധിച്ച് പുകഴ്ത്തി നിസ്കരിച്ചും നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കിയാൽ നമ്മളെ ആ കാരണത്താൽ പിടിച്ച് നാളെ ഈ ചങ്ങാതി നരകത്തിലിടൂല എന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? കാരണം ഇത്രയും ക്രൂരതയിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു മാനസിക രോഗിയാണെങ്കിൽ അയാൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അതിൻ്റെ പേരിൽ നമ്മളെ നരകത്തിലിട്ടുകൂടാന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? നമ്മളെയൊക്കെ പിടിച്ച് നരകത്തിലിടും. ഇതൊക്കെ വിശ്വസിച്ച് ആരാധിച്ച് ഇതനുസരിച്ച് ജീവിച്ചവരെ മുഴുവൻ പിടിച്ച് നരകത്തിലിടുകയും ഇതിനൊക്കെ എതിർത്ത ഈ മുശ്രിക്കുകളടക്കം മക്കയിലെ മുശ്രിക്കുകളടക്കം അല്ലെങ്കിൽ ഇന്നപോലുള്ള ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ടിട്ട് സ്വർഗത്തിലിടുകയും ചെയ്തുകൊണ്ടോ ഹ എന്ന് പറഞ്ഞിട്ടൊരു കൈകൊട്ടിച്ചിരിക്കില്ലേ ഈ ക്രൂര വിനോദക്കാരൻ? അങ്ങനെ ചെയ്യില്ല എന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? ഇയാളുടെ മൊത്തം സ്വഭാവം പരിശോധിച്ചാൽ അങ്ങനെ ചെയ്യാനേ സാധ്യതയുള്ളൂ. കാരണം ഒരിക്കലും നീതിമഹനായ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇയാൾ എണ്ണി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ. ഒരച്ഛൻ സ്വന്തം മക്കളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളാണ് ഇവിടെ ഒരു സ്രഷ്ടാവ് തൻ്റെ സൃഷ്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്രഷ്ടാവ്, നീതിയും ന്യായവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സ്രഷ്ടാവ് നാളെ നിങ്ങളെയെല്ലാം, ഇത് വിശ്വസിക്കുന്ന നിങ്ങളെയെല്ലാം പിടിച്ച് നരകത്തിലിടുകയും അതിനൊരു കാരണം ഉണ്ടാക്കി പറയുകയും ചെയ്തുകൂടാ എന്നതിന് എന്തുറപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പോൾ ഈ മനുഷ്യരെ ഇങ്ങനെ മുഴുവൻ നിത്യനരകത്തിലിട്ട് പൊരിക്കുകയും അവരെ കൊണ്ടിങ്ങനെ ഈ ചലവും ചോരയും തീറ്റി കുടിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ എളുപ്പമായിരുന്നില്ലേ പടച്ചോന് ആ മനുഷ്യന്മാർക്കും കൂടെ ഈ പടച്ചോനിലും ഈ പടച്ചോൻ്റെ കഥയിലും ഈ പടച്ചോൻ്റെ റസൂലിലും വിശ്വസിക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് അനായാസം ഈ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു. സർവശക്തനല്ലേ ദൈവം. ഈ വന്ന റസൂലുമാർ യഥാർത്ഥ റസൂലുമാരാണ് എന്നതിന് അവർക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അനായാസം സാധ്യമാകുന്ന ഒരു ദൈവം അത് ചെയ്യാതെ ഒളിച്ച് കുത്തിരുന്നിട്ട് ഈ കള്ള ഏജൻറ്റുമാരെയും പിശാചുക്കളെയും പറഞ്ഞയച്ച് ഈ മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിച്ചിട്ട് ഇവർക്കിത് ബോധ്യപ്പെട്ടില്ല, ഇവർക്ക് തെളിവ് കിട്ടാത്തതുകൊണ്ട് അവർ വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ നിത്യനരകത്തിൽ പീഡിപ്പിച്ചത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്
എന്താണ് അസുഖം? ഈ അസുഖത്തിൻ്റെ പേരല്ലേ സാഡിസം എന്ന് പറയുന്നത്? ഇതൊരു ക്രൂര വിനോദമല്ലേ? നീതിമാനായ ഒരാൾ ചെയ്യേണ്ട കാര്യമാണോ ഇത്? എത്രയോ എളുപ്പത്തിൽ എല്ലാ മനുഷ്യരിലേക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുമായിരുന്ന ഒരു പടച്ചോൻ അത് ചെയ്യാതെ കരുതിക്കൂട്ടി അവരുടെ ഹൃദയങ്ങൾ മൂടിവെച്ച്, അവരുടെ കണ്ണും കാതും മൂടിവെച്ച്, അവരെ പിശാചുക്കളെ കൊണ്ട് പ്രലോഭിപ്പിച്ച്, അവരുടെ മുമ്പിൽ ചതി വിഭവങ്ങൾ നിരത്തിയവരെ ക്രൂരപരീക്ഷണത്തിന് വിധേയമാക്കി, ആ പരീക്ഷണത്തിൻ്റെ ഫലമെന്താവും മുൻകൂട്ടിയെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കള്ളപ്പരീക്ഷണം നടത്തി, അതിൻ്റെ പേരിൽ ഈ പരീക്ഷണ മൃഗങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്രഷ്ടാവ് തന്നെ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഈ പരീക്ഷണ മൃഗങ്ങളെ പിടിച്ചുകൊണ്ടേറ്റ് ക്രൂരമായി ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കുക. നീതിമാനായ ദൈവം, എന്തൊരു വിരോധാഭാസമാണിതൊക്കെ. 18 തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ചവരുടെ നില അവരുടെ പ്രവൃത്തികൾ കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ കാറ്റത്ത് പാറിപ്പോകുന്ന വെണ്ണീർ പോലെയാകുന്നു. സമ്പാദിച്ചതൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നതല്ല. അത് സത്യത്തിൽ നിന്ന് വിദൂരമായ വ്യതിചലനം തന്നെയാണ്. ഇങ്ങനെ 10-13 കൊല്ലം ഈ പായ്യാരം പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഉപമകളും കഥകളും പറയുന്നതിനേക്കാൾ എത്രയോ എളുപ്പമായിരുന്നു ഇവർക്ക് കാര്യം ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കുക എന്നുള്ളത്. അത് തെളിവ് കൊടുക്കാതെ ഇങ്ങനെ പായ്യാരം പറഞ്ഞിട്ട് ഉപമ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? 19 നിശ്ചയമായും അള്ളാഹു ആകാശഭൂമികളെ യുക്തിപൂർവമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ നശിപ്പിക്കുന്നതും ഒരു പുതിയ ജനതയെ കൊണ്ടുവരുന്നതുമാണ്. ആ പറഞ്ഞ യുക്തിയും ഈ പറഞ്ഞ യുക്തിയും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുക? ആകാശവും ഭൂമിയും യുക്തിപൂർവ്വം സൃഷ്ടിച്ചു വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കള്ളക്കളിയും ഈ കള്ളനാടകവും ഈ പറയുന്ന യുക്തിരഹിതമായിട്ടുള്ള വിരോധാഭാസങ്ങളും ഒക്കെ എങ്ങനെയാണ് നേരെയാവാൻ പോകുന്നത്? ആകാശവും ഭൂമിയും യുക്തിപൂർവ്വം എന്ത് യുക്തിയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിനുള്ളത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതുകൊണ്ട് ഇവരുടെ ആരാധനയൊക്കെ തെറ്റാണ് എന്ന് വരുമോ? മുഹമ്മദ് പ്രവാചകനാണെന്ന് വരുമോ? അള്ളാഹു ദൈവമാണെന്ന് വരുമോ? അള്ളാഹു അല്ലാത്തൊരു ദൈവത്തിന് എന്താ ആകാശവും ഭൂമി സൃഷ്ടിച്ചൂടെ? മുഹമ്മദ് കള്ളപ്രവാചകനാണെങ്കിൽ എന്താ ആകാശവും ഭൂമി അവിടെ ഉണ്ടാവില്ലേ? ഇതൊക്കെ പൊട്ടത്തരാണെങ്കിലും ആകാശവും ഭൂമി അവിടെ തന്നെ ഉണ്ടാവില്ലേ? പിന്നെ ഇതിലെന്ത് യുക്തിയുള്ളത്? ഈ പറഞ്ഞ കഥകളും ഈ ആകാശവും ഭൂമിയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ നശിപ്പിക്കുന്നതും ഒരു പുതിയ ജനതയെ കൊണ്ടുവരുന്നതുമാണ്. അത് നമ്മളോട് പറയേണ്ട കാര്യം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹു നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മളോട് പറയേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുദ്ദേശിക്കണം എന്നുള്ളതും അള്ളാഹു ഉദ്ദേശിക്കുന്നുവെന്നും ഈ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശത്തിന് പോലും യാതൊരു വിലയുമില്ല എന്നും അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചതാണ് എന്നും പറയുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുമെന്ന് പറയുകയും ചെയ്താൽ ഈ ചങ്ങാതിക്ക് കാര്യമായ കുഴപ്പമുണ്ടെന്നല്ലാതെ വേറെന്താ അതിന് അർത്ഥമുള്ളത്? 20 അത് അള്ളാഹുവിന് ഒട്ടും പ്രയാസമുള്ളതല്ല. ആയിക്കോട്ടെ, അതിനെന്താ? അള്ളാഹുവിന് പ്രയാസമുള്ളതല്ല എങ്കിൽ അള്ളാഹു അത് ചെയ്താൽ പോരെ? അത് നമ്മളോട് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? 21 അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകും. അന്നേരം പാവങ്ങൾ അഹംഭാവം നടിച്ചിരുന്നവരോട് ചോദിക്കും, ഞങ്ങൾ നിങ്ങളുടെ അനുയായികൾ തന്നെയായിരുന്നു, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് വല്ലതും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ നേതാക്കൾ പറയും, അള്ളാഹു ഞങ്ങളെ നേർവഴിയിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും നേർവഴി കാണിച്ചു തരുമായിരുന്നു. നാം അക്ഷമ കാണിച്ചു, അല്ലെങ്കിൽ ക്ഷമിച്ചു, രണ്ടും ഫലത്തിൽ സമമാകുന്നു. നമുക്ക് യാതൊരു രക്ഷാമാർഗവും ഇല്ല തന്നെ. എന്തൊരു വിരോധാഭാസമാണ് ഈ പറഞ്ഞത്. അള്ളാഹു ഞങ്ങളെ വഴിവേൽപ്പിച്ചു എന്നുള്ള നിരപരാധിത്വമാണ് അവിടെ നേതാക്കന്മാർ അനുയായികളോട് പറയുന്നത്. അനുയായികൾ വന്നിട്ട് നേതാക്കന്മാരോട് പരാതി പറയുകയാണ്, നിങ്ങളാണ് നമ്മളെ പേപ്പിച്ചതെന്ന്. അപ്പോൾ നേതാക്കന്മാർ പറയുകയാണ്, അള്ളയാണ് ഞങ്ങളെ പേപ്പിച്ചത്, അള്ള ഞങ്ങളെ പേപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾ വെച്ചു പോയത്. ഉസുറും പുളി ഉണ്ടെങ്കിൽ ഒരു പടച്ചോൻ ഇങ്ങനെ എഴുതി വെക്കുമോ? അള്ളാഹുവാണ് എല്ലാവരെയും പഴപ്പിക്കുന്നത് എന്ന് പഴപ്പിക്കപ്പെട്ടവർ തന്നെ നാളെ അവിടെ വന്നിട്ട് സാക്ഷി പറയുമെന്നല്ലാതെ ഇപ്പം എന്താ ഇതിനർത്ഥമുള്ളത്? എന്നിട്ട് ഈ നേതാക്കന്മാരെ അനുയായികളെയും ഒക്കെ അള്ളാഹു ശിക്ഷിക്കും ചെയ്യും. രണ്ട് കൂട്ടരെ അള്ളാഹുവാണ് പഴപ്പിച്ചു വിട്ടുള്ളത്. അള്ളാഹു പഴപ്പിച്ചതിന് അള്ളാഹു ശിക്ഷിക്കും ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹുവിനെ ശിക്ഷിക്കാൻ ഒരാളില്ലെങ്കിൽ പിന്നെ എന്തൊരർത്ഥമാണ് ഈ കഥയ്ക്ക് മൊത്തം ഉള്ളത്? 22 വിധി നടത്തപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് പ്രഖ്യാപിക്കും, നിശ്ചയമായും അള്ളാഹു നിങ്ങളോട് സത്യമായ ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ഞാനും നിങ്ങളോട് ചില വാഗ്ദാനങ്ങൾ ചെയ്യുകയുണ്ടായി. എന്നാൽ നിങ്ങളോട് ചെയ്ത വാഗ്ദാനം ഞാൻ ലംഘിച്ചിരിക്കുന്നു. നിങ്ങളെ നിർബന്ധിക്കുവാൻ യാതൊരു അധികാരശക്തിയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വിളിച്ചു, അപ്പോൾ നിങ്ങളത് സ്വീകരിച്ചു എന്ന് മാത്രം. അതിനാൽ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ സ്വയം തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക. എനിക്ക് നിങ്ങളെ രക്ഷിക്കുവാനോ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കുവാനോ കഴിയുന്നതല്ല. നിങ്ങൾ എന്നെ മുമ്പ്
അള്ളാഹുവിനോട് പങ്കുചേർത്തതിനെ നിശ്ചയമായും ഞാൻ നിഷേധിക്കുന്നു. അക്രമികൾക്ക് വേദനാജനകമായ ശിക്ഷ തന്നെയാണ് ലഭിക്കുക. ഇവിടെ അള്ളാഹുവിൻ്റെ ഡബിൾ റോളാണ് നമ്മൾ കാണുന്നത്. അക്രമികൾക്ക് ശിക്ഷയാണ് ലഭിക്കുക എന്നും പറഞ്ഞിട്ട് വരുന്നതാരാണ്? പിശാചാണ്. ഈ പിശാച് അന്ന് പരലോകത്ത് വെച്ചിട്ട് ഈ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളോട് വന്നിട്ട് സാക്ഷ്യം പറയുകയാണ്, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, നിങ്ങളാണ് കുറ്റം ചെയ്തത്, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ ഉണ്ടാവും എന്ന് അള്ളാഹ് പറയുന്നതിന് പകരം പിശാച് വന്നിട്ട് പറയാണ്. അപ്പോൾ അള്ളയും പിശാചും രണ്ടല്ല ഒന്ന് തന്നെയാണ്. ഡബിൾ റോളിൽ അഭിനയിക്കുകയാണ് ഈ കഥയിൽ. അള്ളാഹു പിശാചായിട്ടും അള്ളാഹുവായിട്ടും രംഗത്ത് വരുന്നത് മൂപ്പർ തന്നെയാണ്. അത് ഖുർആനിൽ പലയിടത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വഴിവഴപ്പിക്കുന്നത് പിശാചാണെന്ന് പറയുന്നു, തൊട്ടപ്പുറത്ത് വഴിവഴപ്പിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് പിശാചാണ്, ഞാൻ തന്നെയാണ് പിശാച്, പിശാച് തന്നെയാണ് ഞാൻ. ഇതിങ്ങനെ മാറി മാറി പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പിശാചിൻ്റെ പേരിൽ സാക്ഷ്യം പറയുന്നതും ഇത് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പിശാച് സ്വയം നിരപരാധിയാണ് എന്നുകൂടെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ പിശാചിനെ അള്ളാഹു ശിക്ഷിക്കാൻ സാധ്യതയില്ല. പിശാച് കണ്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വഴി പഴപ്പിച്ചതിന് പിശാച് കുറ്റവാളിയല്ല, പിശാച് നിരപരാധിയാണെന്ന് പിശാച് തന്നെ ഇവിടെ സാക്ഷ്യം പറയുകയാണ്. പിശാചിനാൽ പഴപ്പിക്കപ്പെട്ട ആൾക്കാരാണ് കുറ്റക്കാർ. പിശാചിൻ്റെ പണി അത് തന്നെയായിരുന്നു. പിശാച് അതിനു വേണ്ടി തന്നെയാണ് നിയോഗിക്കപ്പെട്ടത്. ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തു. അപ്പോൾ പിശാചിന് നരകവും ശിക്ഷയൊന്നുമില്ല. പകരം പിശാചിനാൽ പഴപ്പിക്കപ്പെട്ടവർക്ക് ശിക്ഷ ഉണ്ടാകും. കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്ന് പിശാച് തന്നെ ഇവിടെ വന്നിട്ട് സാക്ഷി പറയുകയാണ്. പിശാചിന് ശിക്ഷയില്ല. സകലമാന തിന്മയും ഈ മനുഷ്യരെ കൊണ്ട് മുഴുവൻ ചെയ്യിച്ച പിശാച് നിരപരാധിയാണ് എന്നിവിടെ പിശാച് തന്നെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ ആരാണ് പിശാച്? അള്ളാഹു തന്നെയാണ്. അപ്പോൾ ആരാണ് അള്ളാഹു? പിശാച് തന്നെയാണ്. അപ്പോൾ രണ്ട് തലയും കത്തിക്കുന്ന ആരാണ്? അള്ളാഹു തന്നെയാണ്. ഡബിൾ റോളിൽ അഭിനയിക്കുകയാണ് അള്ളാഹു ഈ കഥയിൽ, പിശാചായിട്ടും ദൈവമായിട്ടും. യാതൊരു വൈരുദ്ധ്യവും ഇതിനകത്തോട്ടില്ലേനും. അപ്പോൾ യഥാർത്ഥത്തിൽ അക്രമം ചെയ്ത ആൾക്കാർക്കാണ് ശിക്ഷ എങ്കിൽ, യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവർക്കാണ് ശിക്ഷ എങ്കിൽ, പിശാചിന് പോലും ശിക്ഷ ഇല്ല എങ്കിൽ, പിശാച് പോലും മറ്റൊരാളുടെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ, ഈ എല്ലാ തിന്മകളുടെയും മനുഷ്യർ ചെയ്തു എന്ന് പറയുന്ന, മറ്റുള്ളവർ ചെയ്തു എന്ന് പറയുന്ന, പിശാച് ചെയ്തു എന്ന് പറയുന്ന എല്ലാ തിന്മകളുടെയും ഉപജ്ഞാതാവ്, എല്ലാത്തിൻ്റെയും സ്രഷ്ടാവ് ആരാണ്? സർവശക്തനും സർവജ്ഞാനിയുമായിട്ട് അള്ളാഹുവാണ്. അപ്പോൾ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ, തെറ്റിൻ്റെ യഥാർത്ഥ കാരണക്കാരനാണ് ശിക്ഷ നൽകേണ്ടതെങ്കിൽ, നരകത്തിൽ ഒരാളെ മാത്രം പിടിച്ചിട്ടാൽ മതി, അള്ളാഹിനെ പിടിച്ചിട്ടാൽ മതി. പക്ഷേ അള്ളാഹിനെ നരകത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആര് വേണം? അള്ളാഹുവിനൊരു വേറൊരു സൂപ്പർ അതോറിറ്റി വേണം. അപ്പോൾ അള്ളാഹുവിനെ സൃഷ്ടിച്ച വേറൊരു സൂപ്പർ അള്ളാഹു ഇല്ല എങ്കിൽ ഈ കഥ മൊത്തം സ്വാഹ ആയിപ്പോകും. ഈ കഥ മൊത്തം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, ഒരർത്ഥവുമില്ലാത്ത കഥയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ശിക്ഷിക്കാൻ ഒരു സൂപ്പർ അള്ളാഹു ഉണ്ടായെങ്കിൽ മാത്രമേ കഥയ്ക്ക് അർത്ഥം വരുള്ളൂ. ഇല്ലെങ്കിൽ യാതൊരു അർത്ഥവുമില്ല. അള്ളാഹുവും പിശാചും ഒന്നാണ്, നന്മയും തിന്മയും ഒന്നാണ്. അങ്ങനെ ഒന്നില്ല. തിന്മയുടെ പേരിലോ നന്മയുടെ പേരിലോ ആർക്കും ആരെയും ശിക്ഷിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. 23. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അടിഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെടും. തങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുമതിയോടെ അവരതിൽ ശാശ്വതമായി നിവസിക്കുന്നതാണ്. അവിടെ അവരുടെ അഭിവാദ്യം സലാം ആകുന്നു. ഈ പൊട്ടക്കഥയെല്ലാം വിശ്വസിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഉണ്ടംപൊരിയാണ് ഈ പറഞ്ഞത്. അടിയിൽ കൂടെ നദികൾ ഒഴുകുന്ന തോട്ടത്തിലവരെ പാർപ്പിക്കും. അവിടെ അവർ ശാശ്വതമായി വസിക്കും ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി. അവിടെ അവരോട് എല്ലാവരും ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയും. ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ. 24. ഒരു നല്ല വചനത്തിന് അള്ളാഹു ഉപമ കാണിച്ചതെങ്ങനെയെന്ന് താങ്കൾ കണ്ടില്ലേ? അതൊരു നല്ല വൃക്ഷം പോലെയാണ്. അതിൻ്റെ മുരട് ഭൂമിയിൽ ശരിക്കും ഊന്നിപ്പിടിക്കുകയും ശാഖകൾ വളരെ പൊക്കത്തിൽ വളർന്നു നിൽക്കുകയും ചെയ്യുന്നു. 25. അതെപ്പോഴും അള്ളാഹുവിൻ്റെ അനുമതിയോടെ പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. മനുഷ്യർ ചിന്തിച്ച് ഗ്രഹിക്കുവാൻ വേണ്ടി അള്ളാഹു അവർക്ക് ഉപമകൾ വിവരിച്ചു കൊടുക്കുകയാണ്. 26. തെറ്റായ ഒരു വചനത്തിൻ്റെ സ്ഥിതി ഭൂമിയുടെ മുകളിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ചീത്തയായ ഒരു വൃക്ഷം പോലെയാണ്. അതിന് തീരെ നിലനിൽപ്പില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മക്കക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന പലതും മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട കാര്യങ്ങളും മെച്ചപ്പെട്ട ഉപമകളും മെച്ചപ്പെട്ട ന്യായങ്ങളും ആണ് എന്ന് മുഹമ്മദിന് തന്നെ തോന്നി. അപ്പോൾ ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഒരു ഉപമയിലൂടെ
അവതരിപ്പിക്കുകയാണ്. അവർ പറഞ്ഞ കാര്യങ്ങളും മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഉപമിക്കുന്നത്. മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് നല്ല കാര്യങ്ങൾ, ഈ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മരം പോലെയാണ്. ആ മരം ഈത്തപ്പനയാണ് എന്നാണ് നബി ഹദീസിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. ഈത്തപ്പനയാകുമ്പോൾ അത് അടിയിൽ നല്ല ഉറച്ചു നിൽക്കും, പിന്നെ അത് അതിൻ്റെ മുകളിൽ നിന്ന് മനുഷ്യന്മാർക്ക് നല്ല കായ കിട്ടും. കാറ്റ് വന്നാലൊന്നും അങ്ങനെ പുഴങ്ങി വീഴില്ല, ഉറച്ചു നിൽക്കും, വേരൊക്കെ ഉറച്ചു നിൽക്കുന്നതാണ്. പിന്നെ നല്ല കാലാകാലവും തിന്നാനും കിട്ടും. അപ്പോൾ ഈത്തപ്പന പോലെയാണ് നല്ല കാര്യം. എന്നാൽ ഈ ചീത്ത കാര്യം എന്ന് പറയുന്നത് ആട്ടങ്ങവള്ളി പോലെയാണെന്നാണ്. അതിനാണ് വൃക്ഷം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. ചീത്ത കാര്യത്തിനെ ഉപമിച്ചിട്ടുള്ളത് ആട്ടങ്ങവള്ളി പോലെയാണ്. അങ്ങനെ ഒന്നാണ് നബി ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ആട്ടങ്ങമ്മലുണ്ടാകുന്ന കായ ഒന്നിനും തിന്നാൻ പറ്റില്ല, അത് കയ്പുള്ളതാണ്. അത് വള്ളിയാണ്, അതിന് ഈത്തപ്പന നിൽക്കും പോലെ നീർന്ന് നിൽക്കാൻ പറ്റില്ല, അത് ബലമില്ല. പിന്നെ അതിൻ്റെ അടിവേരാണെങ്കിൽ ഒന്ന് വെറുതെ പിടിച്ച് പറിച്ചാലും ഇങ്ങോട്ട് പോരും, അധികം വേരില്ല, പിടുത്തമില്ല. അപ്പോൾ അങ്ങനത്തെ പറിച്ചിടാൻ പറ്റുന്ന ഉറപ്പില്ലാത്ത ഒരു വള്ളി പോലെ, ആ വള്ളിമേൽ കായ്ക്കുന്ന കായ ആവട്ടെ മനുഷ്യന് തിന്നാനും പറ്റില്ല. അങ്ങനത്തെ ആട്ടങ്ങ വള്ളി പോലെയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈത്തപ്പന പോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപമ പറഞ്ഞുകൊണ്ട് മക്കക്കാരെ മുഹമ്മദ് ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഉപമ പറഞ്ഞതുകൊണ്ട് മുഹമ്മദ് പ്രവാചകനാണെന്നോ അള്ളാഹുവാണ് പടച്ചോനെന്നോ മുഹമ്മദ് പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായമാണ് എന്നോ മക്കക്കാർക്ക് ബോധ്യപ്പെടുമോ? ഇത് മുഹമ്മദ് സ്വയം ആശ്വാസം കൊള്ളുകയാണ്. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളും വാക്യങ്ങളും വചനങ്ങളും മുഹമ്മദ് പറഞ്ഞതിനേക്കാൾ ന്യായവും യുക്തിസഹവുമാണ് എന്ന് മുഹമ്മദിന് തന്നെ തോന്നിയപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും അത് ഈ രണ്ട് മരം പോലെയാണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മരത്തിൻ്റെ ഉപമയും പറഞ്ഞ് അവിടുന്ന് തടിയെടുക്കുന്നതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. 27. സത്യവിശ്വാസികളെ സ്ഥിരമായ വചനം മൂലം ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയും അക്രമികളെ അള്ളാഹു വഴി പിഴപ്പിക്കുകയും ചെയ്യും. താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ചെയ്യുന്നു. അതാണ് കാര്യം. അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹു ചെയ്യുന്നത്. അള്ളാഹു സർവശക്തനാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനെ എല്ലാവരെയും ഉറപ്പിച്ച് നിർത്താം, സത്യത്തിൽ ഉറപ്പിച്ച് നിർത്താം, സത്യം ബോധ്യപ്പെടുത്താം. എന്നിട്ട് അള്ളാഹു എല്ലാവരെയും നല്ല മനുഷ്യരാക്കി മാറ്റാം, എന്നിട്ട് നന്മയുള്ളൊരു ലോകം സൃഷ്ടിക്കാം. പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ ക്രൂര നാടകമാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. ആ നാടകത്തിൽ നിരപരാധികളായ പരീക്ഷണ മൃഗങ്ങളായി ജനിക്കപ്പെട്ട ഈ കോടാനകോടി മനുഷ്യരെയും നിത്യനരകത്തിൽ പൊരിച്ച് അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. കാരണം അള്ളാഹു നീതിമാനാണ്. അള്ളാഹുവിന് കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലായിട്ടാണ് അള്ളാഹു ഈ പണിക്ക് ഇറങ്ങിയത് എന്നാണ് ഈ കഥ പറയുന്നത്. ഇവിടെ അക്രമികൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരക്രമവും ചെയ്തവരെയല്ല ഇവിടെ അക്രമികൾ എന്ന് വിളിക്കുന്നത്. മുഹമ്മദ് പറയുന്ന പൊട്ടത്തരങ്ങൾ വിശ്വസിക്കാനും മുഹമ്മദിനോട് തെളിവ് ചോദിച്ചുകൊണ്ട് മുഹമ്മദിനെ എതിർക്കാനും മുന്നോട്ട് വന്ന ആശയപരമായി മാത്രം മുഹമ്മദിനെ പഞ്ഞിക്കിട്ട ആളുകളെയാണ് മുഹമ്മദ് അക്രമികൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അക്രമിയായിട്ട് പെരുമാറിയത് പിന്നീട് മുഹമ്മദാണ്. വാളെടുത്തുകൊണ്ട് അക്രമം തുടങ്ങിയത് മുഹമ്മദാണ്. ഇവരക്രമമൊന്നും ചെയ്തിട്ടില്ല, ഇവരാശയപരമായിട്ട് നേരിടുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെ അക്രമികൾ എന്ന് വിളിക്കുകയാണ് മുഹമ്മദ്. മദീനയിലേക്ക് പോവാൻ ഏതാണ്ട് മാനസികമായി തീരുമാനമെടുത്ത സമയത്ത് മുഹമ്മദ് നിരന്തരമായിട്ട് മക്കക്കാരെ അക്രമികൾ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം മുഹമ്മദിന് അവരെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കുന്ന ഒരു പേപ്പട്ടി ന്യായമായിരുന്നു അത്. പട്ടിയെ പേപ്പട്ടിയാക്കിക്കൊണ്ട് തല്ലിക്കൊല്ലുക എന്ന ന്യായം എന്ന സൂത്രമാണ് ഇവിടെ മുഹമ്മദ് പ്രയോഗിക്കുന്നത്. അവരെ നിരന്തരം മുഹമ്മദ് അക്രമികൾ എന്ന് വിളിക്കുന്നു. ഒരക്രമവും ചെയ്യാത്തവരെ. തിരിച്ച് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരുമാണ് അവിടെ അക്രമങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ആ അക്രമങ്ങളെപ്പോലും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്തവരാണ് മക്കക്കാർ. എന്നിട്ടും മുഹമ്മദിൻ്റെ അനുയായികൾക്ക് ഒരു പോറലും ഏൽപ്പിക്കാതെ അവിടെ സംരക്ഷിച്ചവരാണ് മക്കക്കാർ. പക്ഷേ മുഹമ്മദിൻ്റെ വാചക കസർത്തുകളെ അവർ യുക്തിയുക്തമായ ന്യായവാദങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തി, തെളിവുകൾ ചോദിച്ചുകൊണ്ട് ഉത്തരം മുട്ടിച്ചു. അതിനുള്ള മുഹമ്മദിൻ്റെ തീർത്താൽ തീരാത്ത പകയും നിരാശയുമാണ് ഇവിടെ മുഹമ്മദിൻ്റെ പ്രതികാര ബുദ്ധിയായിട്ട് പുറത്തു വരുന്നത്. ആ പ്രതികാര ബുദ്ധിയിൽ നിന്നാണ് മുഹമ്മദ് അവരെ അക്രമികൾ എന്ന് വിളിക്കുന്നത്. പിന്നീട് മുഹമ്മദ് അവരെ ആക്രമിച്ചുകൊണ്ട് സ്വയം അക്രമിയാവുകയാണ് ചെയ്തത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്തും സാധിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ്, ഇനി ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ്, അതും അള്ളാഹു ഉദ്ദേശിച്ചതാണ് എന്ന ക്രൂരമായ ന്യായമാണ് ഇവിടെ മുഹമ്മദ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് പോകുന്നത്. എന്തും സാധിക്കുന്ന ഒരാൾക്ക്, എന്തും ഉദ്ദേശിക്കുന്നത് പോലെ നടത്താൻ കഴിയുന്ന ഒരാൾക്ക് ഈ നാടകം കളിക്കേണ്ട യാതൊരു ആവശ്യമില്ല.
ആ മക്കാരെ ആയാലും ശരി, ലോകത്തുള്ള ആരെയായാലും ശരി, താനാണ് ദൈവമെന്ന് ബോധ്യപ്പെടുത്താൻ, തനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ യാതൊരു പ്രയാസവും ഈ ദൈവത്തിനില്ല. സർവശക്തനായ ദൈവത്തിന് സ്വന്തം സൃഷ്ടികളെ നേരെയാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ദൈവം പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. സർവജ്ഞാനിയായ ഒരു ദൈവം പരീക്ഷണം നടത്തുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം പരീക്ഷണത്തിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരാൾ അതറിഞ്ഞുകൊണ്ടൊരു പരീക്ഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂര നാടകം മാത്രമാണ്. ആരെ നിയമിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ട് പിന്നെ ഒരു ഇൻ്റർവ്യൂവും ടെസ്റ്റും പരീക്ഷയും നടത്തുന്നത് പോലെയുള്ള ഒരു കള്ളക്കളിയാണത്. അങ്ങനെ ഒരു കള്ളക്കളി കളിച്ചിട്ട് നമ്മളെ കുറ്റക്കാരാണെന്ന് വിധിച്ചുകൊണ്ട് നിരപരാധികളായ ആളുകളെ അനന്തമായി ശിക്ഷിച്ച് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു ക്രൂര വിനോദക്കാരനായ മനോരോഗിയാണ് ഇയാളെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ ദൈവം, മുഹമ്മദിൻ്റെ അള്ളാഹു ഇത്തരത്തിലുള്ള ഒരു ക്രൂര വിനോദക്കാരനായ മാനസിക രോഗിയായി പരിണമിച്ചത്? അത് ദൈവത്തിൻ്റെ കുറ്റമല്ല, ദൈവത്തെ സൃഷ്ടിച്ചവൻ്റെ യുക്തിപരമായിട്ടുള്ള പോരായ്മയുടെ ഉൽപ്പന്നമാണത്. കാരണം മുഹമ്മദിൻ്റെ അന്നത്തെ സാഹചര്യങ്ങളിൽ മുഹമ്മദ് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ മുഹമ്മദിനുണ്ടായ മാനസികമായിട്ടുള്ള നിരാശയും ആ നിരാശയിൽ നിന്നുണ്ടായിട്ടുള്ള സമനില തെറ്റിയ പ്രതികാര ബുദ്ധിയും അതാണ് ഇങ്ങനെ ഒരു നിരർത്ഥകമായിട്ടുള്ള ആശയവും ഇങ്ങനെ ഒരു അങ്ങേയറ്റം വികൃതമായിട്ടുള്ള ഒരു ദൈവസങ്കല്പവും മുഹമ്മദിൻ്റെ ആവിഷ്കാരത്തിൽ കടന്നു വരാനുണ്ടായ മനഃശാസ്ത്രപരമായ കാരണം. ഇതാണ് വിശ്വാസിക്കൂട്ടം മനസ്സിലാക്കേണ്ടത്. ഇത് ദൈവമല്ല. ഇങ്ങനെ ഒരു ദൈവം ഒരിക്കലും നീതിമാനാവുകയില്ല, സർവശക്തനാവുകയില്ല, സർവജ്ഞാനിയാവുകയില്ല, സ്രഷ്ടാവുമാവുകയില്ല. ഇങ്ങനെ ഒരാളാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിന് മാത്രമാണ് യഥാർത്ഥത്തിൽ ശിക്ഷ നൽകേണ്ടത്. അങ്ങനെ ഒരു ദൈവത്തെ ശിക്ഷിക്കാൻ ഒരു സൂപ്പർ ദൈവം വേറെ ഇല്ലെങ്കിൽ ഈ കഥ മൊത്തം ഫ്ലോപ്പായി പോകും. ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ഒരു വൈകല്യം ബാധിച്ച ഒരു മനസ്സിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അതുതന്നെയാണ് ഈ കഥയിലൂടെ പുറത്തു വരുന്നത്. ഇതൊന്നും ദൈവം പറഞ്ഞതല്ല, മറിച്ച് ഒരു ദൈവത്തെ എത്രത്തോളം വികലവും വികൃതവുമാക്കിയിട്ട് അവതരിപ്പിക്കാമോ അത്രത്തോളം വികൃതമാക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള വൈകൃതങ്ങളാണ് ഇവിടെ ഈ ആവിഷ്കാരത്തിലൂടെ പ്രതിഫലിക്കുന്നത്. മുഹമ്മദിന് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് മൂപ്പരെന്തൊക്കെയോ കാര്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് വന്നു. അതെല്ലാം മക്കയിൽ പരാജയപ്പെടുക മാത്രമല്ല മുഹമ്മദ് ഉത്തരം മുട്ടിപ്പോയി. ഉത്തരം മുട്ടിയപ്പോൾ മുഹമ്മദിന് വല്ലാത്ത നിരാശയുണ്ടായി. നിരാശയ്ക്കൊപ്പം മുഹമ്മദിൻ്റെ മനസ്സിൽ പക നിറഞ്ഞു. ആ നിരാശയും പകയും കൂടെ സൃഷ്ടിച്ച ഒരു വൈകൃതത്തിൻ്റെ പേരാണ് മുഹമ്മദിൻ്റെ അള്ളാഹു എന്ന ദൈവം. യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്രഷ്ടാവായ ദൈവം എന്ന സങ്കല്പം ഒരിക്കലും ഇത്രയും വൈകൃതങ്ങൾ നിറഞ്ഞ, ഇത്രയും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു സങ്കല്പമാവുക സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദൈവത്തെ ഒരു സാമാന്യ യുക്തിയുള്ള ഒരു മനുഷ്യന് സ്വന്തം യുക്തിയിൽ പേറാനും കഴിയുകയില്ല. ഈ ദൈവം സ്വയം പിശാചായി അവതരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കൊടും ക്രൂരനായ ഒരു സാഡിസ്റ്റ് മനോരോഗിയായിട്ടാണ് ഖുർആനിലെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഈ കഥ മൊത്തം ഒരു സാഡിസത്തിൻ്റെ കഥ മാത്രമാണ്. ഒരു മനോവൈകല്യം ബാധിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്രയും വികൃതമായ ഒരു കഥ രൂപീകരിക്കാൻ കഴിയൂ എന്നാണ് ഇത് മൊത്തം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത വാക്യം മുതൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് തുടരാം.